ഒടുവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ അധ്യായം ഫെബ്രുവരി 14-ന് ആരംഭിക്കുമെങ്കിലും പല ക്ലബ്ബുകൾക്കും കളിക്കാൻ പാകത്തിലുള്ള മികച്ച വിദേശ താരങ്ങളോ ഇലവനോ ഇപ്പോഴും റെഡിയായിട്ടില്ല. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ തന്നെയാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവസാനം ബാക്കിയായ 2 വിദേശ താരങ്ങൾ കോൾഡോ ഒബീറ്റയും ദുസാൻ ലഗാച്ചറും ടീം വിട്ടതായി കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. ഇനി ഫുൾ ഇന്ത്യൻ സ്ക്വാഡായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഉണ്ടാവുക. മറ്റു ക്ലബ്ബുകൾ വിദേശ താരങ്ങളെ വെച്ച് കളിക്കുമ്പോൾ ഇന്ത്യൻ താരങ്ങളെ വെച്ച് ബ്ലാസ്റ്റേഴ്സിനുള്ളത് ഒരു ലിമിറ്റ് പ്രതീക്ഷിക്കാം. ഈ സീസൺ കളിക്കാതിരുന്നാൽ ഐ ലീഗിലേക്ക് നെക്സ്റ്റ് സീസൺ റിലേഗേഷൻ ആകുമെന്ന് ഭയന്നും ഒരു പേരിന് മാത്രം കളിക്കുന്നതാണെന്നും ഇപ്പോൾ ആരാധകർക്ക് മനസ്സിലായിട്ടുണ്ടാകും. വിദേശ താരങ്ങൾ പോയത് സാലറി കട്ട് പ്രശ്നങ്ങൾ കാരണമാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോഴിതാ യങ് സെൻസേഷൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്യൂച്ചറായ ബ്ലാസ്റ്റേഴ്സ് വളർത്തിക്കൊണ്ടുവന്ന 2 യുവതാരങ്ങളായ ഐമനെയും അസ്ഹറിനെയും എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയതെന്ന് മനസ്സിലാകുന്നില്ല. അതിനെ കാരണമായി ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞത് ഡേവിഡ് കറ്റാലാനന്റെ പ്ലാനിൽ 2 താരങ്ങളും ഇല്ല എന്നാണ്. കൂടാതെ കരാർ അവസാനിക്കാൻ 6 മാസം കൂടെ ബാക്കിയുള്ളപ്പോൾ താരങ്ങളുമായി വേർപിരിയാൻ തീരുമാനിച്ചു എന്നാണ് ക്ലബ്ബ് വ്യക്തമാക്കിയത്. സോ എന്തെങ്കിലുമാകട്ടെ ക്ലബിനെ കൂടി പിരിച്ചുവിട്ടാൽ മതിയായിരുന്നു. ഇനി യുവതാരങ്ങൾ മുൻ KBFC റിസർവ് ടീം ഹെഡ് കോച്ചായിരുന്ന ഇപ്പോഴത്തെ ഡൽഹി കോച്ചായ തോമസിന്റെ കീഴിൽ വീണ്ടും ഡൽഹിക്കായി ബൂട്ട് കെട്ടും. അതുകൊണ്ട് തന്നെ നല്ല ഗെയിം ടൈമും ഇരു താരങ്ങൾക്കും ലഭിക്കും. ഇനി ആരൊക്കെ പോകുമെന്ന് ഒരു പിടിയുമില്ല, കാത്തിരുന്നു തന്നെ കാണാം. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള + ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.